Good morning, all. Good morning, ma'am. Morning. കഴിഞ്ഞിട്ട് ആരും ഒന്നും എത്തിപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. കുറച്ച് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് നമ്മുടെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ് അതായത് നമ്മള് പണ്ട് എന്താണ് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം എന്നുള്ളത് മോണിറ്ററും അതിന്റെ CPU അതിനൊക്കെ യൂസേജും പിന്നെ എന്താ പറയാ മെമ്മറി യൂണിറ്റ് എന്താണ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള അതിന്റെ ഗ്രാഫിക് ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഗ്രാഫിക് എന്തെങ്കിലും നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം അല്ലെ അതിന്റെ സംഭവങ്ങളെല്ലാം മോണിറ്ററും മൗസും പ്രിന്ററും സ്പീക്കറും പവർ സപ്ലൈ GPU എന്നൊക്കെ പറയുന്നത്. GPU ഒരു പുതിയൊരു ഇതാണ്, അതായത് ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ് ആ ഒരു ടേം പറയുന്നത്. അത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇന്റലിജൻസ് അതുമായി ബന്ധപ്പെട്ട അല്ലെ കുറച്ചും കൂടി നമ്മുടെ കാൽക്കുലേഷനൊക്കെ ഇച്ചിരി കൂടി നല്ല എഫക്റ്റീവ് ആയിട്ട്. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്കറിയാലോ, നമ്മൾ പറയുന്ന മാതിരി തന്നെ ടൈപ്പ് ചെയ്ത് കിട്ടുന്ന ഒരു സിസ്റ്റമൊക്കെയായി മാറും. അപ്പൊ അത്തരത്തിലുള്ള സംഭവമാണ്. പിന്നെ ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അതുകൊണ്ട് തന്നെ അതിനെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കും. പിന്നെ എന്താണ് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് മോണിറ്ററിലൂടെ കിട്ടും. പിന്നെ കമ്പ്യൂട്ടർ കേസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് കീബോർഡ്, പിന്നെ മോണിറ്റർ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നുള്ളൂ. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണ്. പിന്നെ മെമ്മറിയിൽ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിവൈസുകളെല്ലാം എന്താണ് കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ എന്താണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്? നമ്മുടെ കീബോർഡ് മൗസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റാസ് ഒക്കെ കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് അറിയാം ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ സ്വീകരിക്കുകയുള്ളൂ അല്ലെ. അതിനുശേഷമാണ് അതങ്ങനെ നമ്മൾ എന്ത് കൊടുത്താലും അത് ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് അതിന്റെ പ്രവർത്തനം CPU-ൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. പിന്നെ ഹാർഡ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. അതിന് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാമുകളാണ്. എന്തെങ്കിലും പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. അത് സിസ്റ്റം തന്നെ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വഴിയായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. CPU-യുടെ പ്രോസസിംഗിന്റെ ആ ഒരു കാര്യം, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ആ സോഴ്സുകൾ സോഫ്റ്റ്വെയർ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഹാർഡ്വെയർ ഡിവൈസുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് ആ കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം അവിടെ നടത്തി പ്രോസസിംഗ് ഒക്കെ നടത്തിയിട്ടാണ് നമുക്ക് റിസൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് മോണിറ്ററിലൂടെ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ച് പറഞ്ഞു. അതായത് പ്രധാനമായിട്ടും മൈക്രോസോഫ്റ്റ് വേർഡ്, അതേപോലെ തന്നെ എക്സല്, പിന്നെ പവർ പോയിന്റ്, ഇങ്ങനെ
വ്യത്യസ്ത തരത്തിലുള്ള ഇതുകളാണ് ഇതിനുള്ള കമ്പ്യൂട്ടറിലുള്ളത്. അപ്പോൾ അതിൽ മൈക്രോസോഫ്റ്റ് വേഡ് പ്രധാനമായിട്ടും നമുക്കറിയാം ലെറ്റേഴ്സ്, ഡോക്യുമെന്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലെ, റെസ്യൂംസ്, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് കുറച്ച് ഇതുകളെല്ലാം ടെംപ്ലേറ്റ് നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന കുറെ റെസ്യൂംസുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. അതിലെന്തെങ്കിലും ഭേദഗതി ആഡ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും ഭേദഗതി വരുത്താൻ സാധിക്കും. അപ്പൊ അതിന് എന്താണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് പക്ഷേ നമുക്ക് ആ ടൂൾ ബാർ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഉപയോഗിച്ച് നമ്മളുടെ രീതിക്ക് അല്ലെ നമ്മുടെ ആകർഷകമായ രീതിയിലേക്ക് അതിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ എന്താ പറയുക, എഡിറ്റിംഗ് പ്രോസസ്സിംഗ് നടത്താനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് ഷെയർ ചെയ്യാനായിട്ട് നമ്മളിപ്പോ ചെയ്യുന്ന ഡാറ്റാസ് ഇപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഒരു കമ്പനിക്കാവുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ വരികയാണെങ്കിൽ അത് വീണ്ടും നമ്മുടെ ഇതിലേക്ക് സിസ്റ്റത്തിലേക്ക് എല്ലാവരുടെയും സിസ്റ്റത്തിലേക്ക് അവൈലബിൾ ആക്കുന്ന രീതി അതെല്ലാം മൈക്രോസോഫ്റ്റ് വേഡിന്റെ പ്രത്യേകതകളാണ്. പിന്നെ എന്താണ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കളേഴ്സും സൈസും അല്ലെ നമ്മൾ കൊടുക്കുന്ന ലെറ്റർ അത് ചിലപ്പോൾ സൈസ് കൂട്ടാനോ ഹെഡിങ്ങിനകത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ബോൾഡ് ചെയ്ത് കാണിക്കണമെന്നോ ഇറ്റാലിക് രീതിയിൽ സ്റ്റൈൽ മാറ്റി കാണിക്കണമെന്നോ അല്ലെങ്കിൽ കളർ ചേഞ്ച് വരുത്തണമെന്നോ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ ആ ഒരു ഇതിലുണ്ട്. മൈക്രോസോഫ്റ്റ് വേഡിന്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. then അതിനോടൊപ്പം തന്നെ പറയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് ചെക്കിങ് അല്ലെങ്കിൽ ഗ്രാമർ അതൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ടബിൾ ആക്കി കഴിയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് അതിൽ ബോക്സിൽ തെളിഞ്ഞു വരും ഇതായിരിക്കും സ്പെല്ലിങ്. അപ്പൊ നമ്മുടെ മീനിങ് അനുസരിച്ചിട്ടുള്ള ആ ഒരു സ്പെല്ലിങ് വെച്ചുള്ള വേർഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവിടേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ് ഇൻസേർട്ടിങ് നമുക്ക് എന്തെങ്കിലും ടേബിളുകളോ അല്ലെങ്കിൽ ചാർട്ടുകളോ ഷേപ്പുകളോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അതിനെല്ലാം സൗകര്യമുണ്ട്. അപ്പൊ ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതിൽ വീണ്ടും പറയുന്നുണ്ട്. ടെംപ്ലേറ്റ് ആൻഡ് തീംസ് എന്ന് പറയുമ്പോൾ നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു ഡിസൈൻ അത് നമുക്ക് പല രീതിയിൽ പല മോഡലിൽ കണ്ടിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം അത് നമ്മൾ പ്രധാനമായിട്ടും ഡോക്യുമെന്റ്, റിപ്പോർട്ട്, ലെറ്റർ അങ്ങനെയുള്ള സംഭവങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫോർമാറ്റ് കൂടി കാണിച്ചിട്ടുണ്ട്. അതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത്. ജസ്റ്റ് ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞേ ഉള്ളൂ. പഴയ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. നിങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചു പോയിട്ടും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് കുറച്ച് പേരൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും 8 നിന്ന് 14 വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്തോട്ടെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ കഴിഞ്ഞ ക്ലാസ്? അപ്പൊ നമുക്കറിയാം എന്താണ് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്താണ്? നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് നമ്മളൊന്ന് റിവൈസ് ചെയ്തത്. ഇനി പഠിക്കാനുള്ളത് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നമ്മൾ പഠിക്കുന്ന ഈ മൈക്രോസോഫ്റ്റ് വേഡിന്റെ അതിന്റെ ആ ഒരു ഉപയോഗം എന്താണ്, അത് എന്തിനൊക്കെയാണ് ഉപയോഗപ്രദമാക്കുന്നത് നോക്കാം. പേഷ്യന്റ് റെക്കോർഡ്, മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, എഡ്യൂക്കേഷൻ മാറ്റീരിയൽ, റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്. അതായത് നമുക്കറിയാം അല്ലെ ഒരു ഫോർമാറ്റ് ഒരു അല്ലെ എന്തെങ്കിലും ഡോക്യുമെന്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ലെറ്റർ ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേഡ് എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് ഉപയോഗപ്രദമാകുന്നത്. എന്താണ് നോക്കാം. പേഷ്യന്റ് റെക്കോർഡിൽ വരുന്നത് മൈക്രോസോഫ്റ്റ് വേഡ് permits healthcare professionals to and keep electronic patient records. നമുക്കറിയാം നമ്മുടെ ഈ റെക്കോർഡുകൾ ഇലക്ട്രോണിക് വേസിന്റെ സഹായത്തോട് കൂടിയിട്ട് പ്രൊഫഷണൽസിന് അവർക്ക് അത് തയ്യാറാക്കാനായിട്ട് ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു മൈക്രോസോഫ്റ്റ് വേഡ് എന്ന സോഫ്റ്റ്വെയർ. These records consist of a patient's demographic, medical history, test result, diagnosis, treatment plans, and progress notes. നമുക്കറിയാം
എന്താണ് ഇതിൽ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ പരം അല്ലെ, ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഏജ്, ജെൻഡർ അല്ലെങ്കിൽ റേസ് അങ്ങനെയൊക്കെയുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഫോർമാറ്റിൽ ഉൾക്കൊള്ളുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം പോലെ എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടിരിക്കും. അതേമാതിരി തന്നെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, മെഡിക്കൽ ഹിസ്റ്ററി തയ്യാറാക്കാനായിട്ട് മൈക്രോസോഫ്റ്റ് വേഡ് ഉപയോഗിക്കാം. പിന്നെ ടെസ്റ്റ് റിസൾട്ട്, അതിന് ഒരു പ്രത്യേകത, ഒരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലെ, ആ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന പേഷ്യൻസ് കൊടുക്കുന്ന വിവരങ്ങളെല്ലാം ഡെമോഗ്രാഫിക്കിന്റെ ഏത് പ്ലേസിലാണോ അതിലേക്ക് ക്യാച്ച് ചെയ്യും. മെഡിക്കൽ ഹിസ്റ്ററി അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യും. ടെസ്റ്റ് റിസൾട്ടുകൾ, എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അത് ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യും. ഡയഗ്നോസിസ്, എന്തെങ്കിലും രോഗനിർണയം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. ട്രീറ്റ്മെന്റ് പ്ലാൻസ്, എങ്ങനെയാണ് ഇനി ഡയഗ്നോസിസ് ചെയ്തതിനു ശേഷം ഇതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, ഏതൊക്കെ ഡോക്ടേഴ്സിനെ കാണിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അനന്തര നടപടികൾ, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതിന്റെ പ്രോഗ്രസ് നോട്ട്, ഇപ്പൊ ഓരോന്നിലും അല്ലെ നമ്മളിപ്പോ ഓരോ രീതികൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിധേയമാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, അതിന്റെ ആ ഒരു പുരോഗതി എന്താണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. Then various formatting options enable the organization and the customization of patient information for easier reference and retrieval. നമുക്കറിയാം നമ്മൾ ഡോക്ടേഴ്സ് അല്ലെ പണ്ടത്തെ മാത്രം ചാർട്ട് എടുത്ത് നോക്കി മാർക്സ് നോക്കി അല്ല ഇപ്പൊ ഡോക്ടേഴ്സ് പേഷ്യൻസിനെ നോക്കുന്നത് അല്ലെ. അവർക്ക് അറിയാം, അവര് കമ്പ്യൂട്ടറിലെ ആ പേഷ്യൻസിന്റെ ആ ഒരു നമ്പർ അടിച്ചു കഴിയുമ്പോൾ തന്നെ ആ പേഷ്യൻസിന്റെ ഹിസ്റ്ററീസ് ഒക്കെ വരും അല്ലെ, അവരുടെ ഏജും കാര്യങ്ങളും അതാത് പ്ലേസിലേക്ക് വരും. പിന്നെ എന്തൊക്കെ ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞു വരും. പിന്നെ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വരും. അതിനുശേഷം പിന്നെ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്ത് വന്നോ ഓരോരുത്തരെയും കാണിക്കുന്ന, അവരെ മെഡിസിൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും അല്ലെ. അപ്പൊ അവർക്ക് അത് കൃത്യമായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്യുന്നത് മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്, നമുക്കറിയാം മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടി വരുമ്പോൾ അല്ലെ. ഇപ്പോ നമ്മള് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി, ചിലപ്പോ എന്തെങ്കിലും ഡോക്ടർ ലീവ് എടുത്ത് വരികയാണെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ലെറ്റേഴ്സ് തയ്യാറാക്കി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോ എങ്ങനെയാ ഹോസ്പിറ്റലുകാര് മൈക്രോസോഫ്റ്റ് വേഡ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നത്. ഫിസിഷ്യൻസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് can use Word to create medical reports, referral letters, discharge summaries and other clinical correspondence. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ലെറ്റേഴ്സുകളോ അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറികളോ മറ്റേതെങ്കിലും ക്ലിനിക്കൽ ആയിട്ടുള്ള ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളെല്ലാം റിട്ടേൺ ആയിട്ട് എഴുതി തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ പഠിച്ചതാണ് അല്ലെ. വേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ജനറേറ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വിത്ത് ഹോസ്പിറ്റൽസ്. These documents frame step-by-step instructions for various processes like infection control protocols, medication administration directives, and emergency response procedures. അപ്പൊ ഇതിന്റെയും ഒരു കാര്യങ്ങൾ അല്ലെ, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മള് ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ അവര് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേ ഇപ്പൊ ഏതെങ്കിലും ഒരു അസുഖത്തിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഡീറ്റെയിൽസുകൾ. ഇൻ കേസ് ഇപ്പൊ ഒരു കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനും കുറെ പ്ലാനുകളും അതുകളൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കണം എന്നുള്ളത് തയ്യാറാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടോകോൾ തയ്യാറാക്കണമെങ്കിൽ അത് തയ്യാറാക്കി കൊടുക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ, അതായത് സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ് എല്ലാം നടത്തുന്നത് എന്താണ് മൈക്രോസോഫ്റ്റ് വേഡ് എന്ന സോഫ്റ്റ്വെയർ കൂടിയാണ്. നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് നേരത്തെ എടുത്തപ്പോ തന്നെ പറഞ്ഞായിരുന്നു, വ്യത്യസ്ത തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അതിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളിപ്പോ പഠിക്കുന്ന എന്താണ് മൈക്രോസോഫ്റ്റ് വേഡ് എന്നുള്ളത്. പിന്നെ അതേമാതിരി തന്നെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉണ്ട്, അതേപോലെ തന്നെ എക്സൽ ഉണ്ട് അല്ലെ. അപ്പോ പവർ പോയിന്റ് നമുക്കറിയാം എന്താണ് നമ്മുടെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. കാരണം അതിൽ എല്ലാം അല്ലെ സ്ലൈഡുകളെല്ലാം കാണിച്ചിട്ട്
ഓരോന്നിന്റെയും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഒക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതേമാതിരി എക്സൽ പ്രധാനമായിട്ടും കണക്ക് അല്ലെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിന് കുറെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ കണക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതുമാതിരി തന്നെ ഇത്തരത്തിലുള്ള ഡാറ്റാസ് തയ്യാറാക്കാനായിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ലെറ്റേഴ്സുകളോ അല്ലെങ്കിൽ റിപ്പോർട്ട്സുകളോ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അതുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുമ്പോഴും നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് മൈക്രോസോഫ്റ്റ് വേഡ് എന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, അത് നിങ്ങളുടെ മൈൻഡിലേക്ക് എപ്പോഴും കൊണ്ടുവരിക. വേഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനാണ്. എക്സൽ എന്ന് പറയുന്നത് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടതാണ്. പവർ പോയിന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും അല്ലെ സെമിനാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുകളെല്ലാം എന്താണ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കൊക്കെ നമുക്ക് വിഷ്വലായിട്ട് പ്രസന്റ് ചെയ്യുന്ന പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടാണ് പവർ പോയിന്റ് തയ്യാറാക്കുന്നത്. അപ്പൊ അത് വെച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. വേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ജനറേറ്റിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് within hospitals. These documents are framed step by step instructions for various processes like infection control protocol. അപ്പൊ നമ്മൾ ഓരോന്ന് പറഞ്ഞു എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ എന്തെങ്കിലും കൺട്രോൾ പ്രോട്ടോകോൾ തയ്യാറാക്കാൻ അല്ലെങ്കിൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടീവ്സ് എന്തെങ്കിലും ഡയറക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ തയ്യാറാക്കാൻ അതിന്റെ എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും പെട്ടെന്ന് അല്ലെ എന്തെങ്കിലും പെട്ടെന്നുള്ള റെസ്പോൺസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ടെങ്കിലും എന്താണ് MS Word എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ. അപ്പൊ നോക്കാം എന്താണ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽ പറയുന്നത്. വേർ ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പാൻഡ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഫോർ പേഷ്യൻസ് ലൈക്ക് ബ്രൗച്ചേഴ്സ് ആൻഡ് ബോർഡ്സ് ആൻഡ് ഇൻഫോർമേഷണൽ ലീഫ്ലെറ്റ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഓരോന്നും ഇങ്ങനെ റിട്ടൺ ഫോമിൽ തയ്യാറാക്കുന്ന ഇത്തരത്തിലുള്ള കാൽക്കുലേഷനോ അല്ലെങ്കിൽ വിഷ്വലൈസേഷനോ ഒന്നും ഉൾപ്പെടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. ചില മെറ്റീരിയൽസ് ഒക്കെ തയ്യാറാക്കാം. അതിനപ്പുറം നമുക്കറിയാം റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതുകൊണ്ട് പ്രധാനമായിട്ടും അതുകൊണ്ടെങ്കിൽ സൈസോ അല്ലെങ്കിൽ അതിന്റെ വിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നല്ലാതെ മറ്റു ഒരുപാട് കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്താലേ കുറച്ച് കോളംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് നമ്പേഴ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനപ്പുറം എന്താണ് എക്സലിലുള്ള കുറെ കാൽക്കുലേഷൻസും നമ്മുടെ എന്തുകളൊന്നും എന്തിലുണ്ടാവില്ല MS Wordൽ ഉണ്ടാവില്ല. അപ്പൊ ഇതില് പറയുന്ന എഡ്യൂക്കേഷൻ മെറ്റീരിയലും അത് തന്നെയാണ് എന്താണ് നമുക്ക് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള പേഷ്യൻസിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അതല്ലെങ്കിൽ എന്താണ് ലൈക്ക് പർച്ചേഴ്സ് എന്തെങ്കിലും അല്ലെങ്കിൽ രേഖകളോ അല്ലെങ്കിൽ ഹാൻഡ് ഔട്ട്സ് നമുക്ക് ബുക്ക്ലെറ്റ് പോലെ എന്തെങ്കിലും കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് മാറ്റേഴ്സ് തയ്യാറാക്കാനോ അത് ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സ് അതായത് വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന പേപ്പറുകൾ അല്ലെ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൈമാറാനാണെങ്കിലോ അല്ലെങ്കിൽ ഈ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസുകൾ അത് നമുക്ക് ഒത്തിരി കൂടി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടോ അതൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം അത് റിട്ടേൺ ഫോമിൽ എളുപ്പത്തിൽ MS Word ഉപയോഗിച്ചിട്ട് തന്നെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് പ്രൊഫഷൻസ് ഒക്കെയാണ് ജനറേറ്റ് വിഷ്വൽ എൻഗേജിങ് ആൻഡ് informative documents to teach patients about various medical conditions, treatment options, preventive measures and lifestyle changes. അതായത് ഓരോ പേഷ്യൻസിന്റെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അവരുടെ ഹിസ്റ്ററീസ് നമ്മൾ എന്താണ് എങ്ങനെയാണ് സാധാരണ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ലിഫ്ലെറ്റ്സുകൾ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടാണ് അത് പഠിപ്പിക്കാൻ എടുക്കുന്നത്. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുമ്പോഴും നമുക്കറിയാം അത് അല്ലെ നമ്മള് പ്രിന്റ് ഔട്ട് എടുക്കുന്നതുകൾ അല്ലെ PDF ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് വിഷ്വലൈസേഷനായിട്ടും കാണാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ അതിന്റെ സൈസ് കൂട്ടണോ അല്ലെങ്കിൽ ഹെഡിങ്സിനെ ഇച്ചിരി കൂടെ ബോൾഡ് ആക്കണോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ഈ ഒരു രീതി അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് MS Word എന്ന സോഫ്റ്റ്വെയർ ആണ്. ദെൻ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ് ഇതും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. Word backup the creation of research papers, case studies and scientific articles. നമുക്കറിയാം എന്തെങ്കിലും ഗവേഷണപരമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേപ്പേഴ്സ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ സയന്റിഫിക് ആർട്ടിക്കിൾസോ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും തെളിവെടുപ്പും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതും വീട് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്
അതായത് hospital create a wide range of administrative documents that includes memos, meeting minutes, policies and budget reports. അതായത് റിപ്പോർട്ടുകളും ലെറ്റേഴ്സും അതേമാതിരി തന്നെയുള്ള എന്തെങ്കിലും ഇത്തരത്തിലുള്ള മെമ്പേഴ്സോ ഡോക്യുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും മീറ്റിംഗ്സിനെ കുറിച്ചിട്ടുള്ള രൂപരേഖകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമ നടപടികളോ എന്തെങ്കിലും പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നയങ്ങളോ അങ്ങനെ എന്തെല്ലാം ബഡ്ജറ്റ് റിപ്പോർട്ട്സുകളെല്ലാം ഭരണപരമായ രീതിയിലുള്ള ഡോക്യുമെന്റ്സും MS Word എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ ഈ MS Word നമ്മുടെ ഹോസ്പിറ്റലില് ഉപയോഗപ്രദമാക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. പേഷ്യന്റ് റെക്കോർഡ്സ്, പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ലെറ്റേഴ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്. നമുക്ക് വായിച്ചു നോക്കിയാലും മനസ്സിലാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. വീട് ജസ്റ്റ് മനസ്സിലാക്കി. ഞാൻ എപ്പോഴും വീട് എടുത്തപ്പോഴും എക്സലിനെയും പവർ പോയിന്റിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണാം. പവർ പോയിന്റ് അത് എന്ന് പറയുമ്പോൾ അതൊരു വിഷ്വലൈസേഷനും കൂടി അല്ലെ, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാണാൻ മാതിരി എന്തെങ്കിലും കാണിച്ചൊക്കെ തരുന്ന ഒരു രീതിയും കൂടി ഇതിന് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് നമുക്കറിയാം, കുറച്ച് സെമിനാറൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താണ്, കുറച്ച് ഡാറ്റാസ് ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും അവര് കുറച്ച് ഡാറ്റാസ് കാണിക്കും. കുറച്ചും കൂടി അത് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ അല്ലെ, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ മാതിരി കുറച്ച് മോഡലിലൊക്കെ കുറച്ച് കാണിക്കും അല്ലെ. നമ്മുടെ ചിലപ്പോൾ എന്തെങ്കിലും കുറിച്ച് ഒരു അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബെനിഫിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സോ എന്തെങ്കിലും നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ രീതിയിൽ കുറച്ച് ഇമേജസ് ഒക്കെ കാണിച്ചിട്ട് അല്ലെ പെട്ടെന്ന് അത് ഉൾക്കൊള്ളുന്നു. ഇപ്പൊ ഇതിമാതിരി പ്രിന്റ് ഔട്ട് മാത്രമല്ല, കുറച്ചും കൂടി എന്താണ് വിഷ്വലൈസേഷൻ മാതിരി ഇമേജസ് ഒക്കെ കൊടുത്തിട്ട് അവതരിപ്പിക്കാം. അപ്പൊ സെമിനാറൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യാം, ഓരോന്നെടുത്ത് കാണിക്കുകയും ചെയ്യാം. അപ്പൊ പെട്ടെന്ന് തന്നെ അവർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അല്ലെ. അങ്ങനെ ഉള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. നമ്മൾ വീട് കണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കണം. അതിൽ ചിലത് അണ്ടർലൈൻ വേണം, ചിലപ്പോൾ ഇതുകൂടിയും ബോൾഡ് ആയിരിക്കണം, ചിലപ്പോൾ കുറച്ച് കോമകളും കുറച്ച് പാരഗ്രാഫുകളൊക്കെ കൂടുതലുണ്ടാവും. അതൊക്കെ തയ്യാറാക്കാനാണ് അത്. ഇതിൽ പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് ഇത് തയ്യാറാക്കുന്ന ഇവരുടെ കാര്യങ്ങളോടൊപ്പം തന്നെ കുറച്ച് ഇമേജസും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എന്താണെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ ബ്രോഡ്ലി യൂസ്ഡ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അതായത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പ്രധാനമായിട്ടും പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. Then it permits users to generate, edit and deliver dynamic and visually engaging presentation. ആ പ്രസന്റേഷൻ നമ്മൾ ഏർപ്പെടുമ്പോൾ അത് നല്ല രീതിയിൽ അല്ലെ, വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ദൃശ്യാത്മകമാക്കി തരുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് കാണിച്ചു തരുന്നതാണ് നമ്മുടെ പവർ പോയിന്റ് സോഫ്റ്റ്വെയർ. There are some main features and benefits of MS PowerPoint. അതായത് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ താഴെ പറയുന്നു. ഫസ്റ്റ് വൺ പറയുന്നത് സ്ലൈഡ് ക്രിയേഷൻ. സ്ലൈഡ് ക്രിയേഷൻ നമുക്കറിയാം എന്താണ്, ഓരോന്നിനും അല്ലെ ഓരോ സ്ലൈഡുകൾ ഉണ്ടാവും. നമുക്കത് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതി നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. PowerPoint extends a user friendly interface for generating slides. അപ്പൊ കുറെ സ്ലൈഡുകൾ അവര് സൃഷ്ടിച്ചിട്ടുണ്ടാകും. ആ സ്ലൈഡുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂസേഴ്സ് ക്യാൻ ഈസിലി ആഡ് ടെക്സ്റ്റ്
ഇമേജസ്, ഷേപ്സ്, ചാർട്ട്സ് ആൻഡ് മൾട്ടിമീഡിയ എലമെന്റ്സ് ടു സ്ലൈഡ്സ്. അതായത് സ്ലൈഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇമേജസുകളോ അല്ലെങ്കിൽ ചാർട്ടുകളോ ഷേപ്പുകളോ ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അത് എളുപ്പം തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. വിച്ച് എനേബിൾ ദം ടു ക്യാരി ഇൻഫോർമേഷൻ ഇൻ ആൻ എഫക്റ്റീവ് മാനർ. അങ്ങനെ വരുമ്പോൾ എന്താണ് വിവരങ്ങൾ അല്ലെ നല്ല രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനെ ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി കൂടി വിഷ്വലൈസേഷൻ ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം തന്നെ അത് ഇച്ചിരി കൂടി ഇമേജസും കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു രോഗിയെ സംബന്ധിച്ച് അതിന്റെ പരിശോധനയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നമുക്കറിയാം നഴ്സിംഗ് കാര്യങ്ങളൊക്കെ കഴിയുന്നവര് കുറെ അല്ലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നവരായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള സെമിനാറുകൾ എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വിഷ്വലൈസേഷൻ ചെയ്ത് കിട്ടുന്ന ഒരു പ്രവർത്തനം ആ ഒരു സ്ലൈഡിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇമേജസ് ഒക്കെ കൂട്ടിച്ചേർത്ത് വിഷ്വലൈസേഷൻ ഉള്ള രീതിയിൽ തന്നെ നമുക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സ്ലൈഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. സ്ലൈഡ് ഫോർമാറ്റിംഗ്, ഇതിന്റെ പ്രത്യേകത PowerPoint offers a wide range of formatting options to customize the appearance of a slide. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കുറെ സ്ലൈഡുകൾ കാണിക്കും, അതിന്റെ അപ്പിയറൻസ് അല്ലെ നമുക്ക് ആ ഒരു കാണാനുള്ള ആ ഒരു ദൃശ്യാത്മകമായ രീതിയിൽ നല്ല പെർഫോർമേഷൻ കാണിച്ചു വെക്കാൻ രീതിയിലുള്ള പല ഫോർമാറ്റുകൾ ഉണ്ടാവും, രൂപരേഖകൾ ഉണ്ടാവും. ആ രൂപരേഖകൾ നോക്കി തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപകൾ നമ്മളുടെ ഭാവനാത്മകമായ രീതിയിൽ അത് രൂപകൽപ്പന ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. യൂസേഴ്സ് ക്യാൻ അപ്ലൈ തീംസ്, ആൾട്ടർ ഫോൺസ്, കളേഴ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് യൂസ് transitions and animation to improve visual appeal and engage the audience. അതായത് നമ്മളെ അല്ലെ ഇപ്പോ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുമ്പോൾ ആരാണ് ഓഡിയൻസ്, അത് കാണാനായിട്ട് ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ എന്താണ് ക്ലാസ്സിൽ തന്നെ ഒരു വിഷ്വലൈസേഷൻ ആവുമ്പോൾ ഒരു സ്റ്റുഡന്റ് ആണ് അവതരിപ്പിക്കണമെങ്കിൽ അവരുടെ അത് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ അതിന്റെ ഒരു മാർക്കറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ബോഡീസ് ഉണ്ടാവും. ആ ഒരു ബോഡിക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് എന്തരത്തിലുള്ള സംഭവമാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ കൊടുക്കുന്നത് അത് നല്ല ക്രിയാത്മകമായ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്ത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്ന രീതിയിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകളും കളറുകളും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും തീമുകളിൽ എന്തെങ്കിലും കുറച്ചും കൂടി കൂടുതൽ ഇമാജിനേഷൻ വേണോ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള അപ്പിയറൻസ് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കണമെങ്കിൽ അത്തരത്തിൽ കൂട്ടിച്ചേർത്ത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് തരുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലൈഡ് ലേ ഔട്ട്. ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പ്രസന്റേഷൻ എന്നുള്ള കാര്യത്തിൽ തന്നെ ഓർത്ത് വെക്കാം. എന്താണ് PowerPoint provides slide layout designed previously, making it to generate consistent and professional looking presentations. അതായത് നമുക്കറിയാം ഒരു തൊഴിൽപരമായിട്ടുള്ള അല്ലെ നല്ലൊരു സംഭവമാണ് എന്നുള്ളത് പ്രസന്റേഷനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം അല്ലെ. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ കഴിവ് നമ്മൾ പ്രസന്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് സ്ലൈഡ്സും കൂടി കാണിച്ചുകൊണ്ട് കാണുമ്പോഴെന്താണ് ആ സ്ലൈഡ്സിലുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അവർക്ക് എന്താ പറയുക ടീച്ചിങ്ങിന്റെ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്യാണെങ്കിൽ ആ ഒരു വിഷ്വലൈസേഷനിൽ കൂടി തന്നെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് നമുക്ക് ഒരു പക്ഷേ ആ വ്യക്തിക്ക് ടീച്ചിങ് ഹാബിറ്റ്സ് ചിലപ്പോൾ ആ ഒരു ശീലത്തിനേക്കാൾ കൂടുതൽ നല്ല പ്രസന്റേഷൻ ഉണ്ടായെങ്കിൽ അതിൽ നിന്നും കൂടുതൽ പെട്ടെന്ന് അല്ലെ വ്യക്തിക്ക് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അത് നേരത്തെ കൂട്ടിയുള്ള ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ അത് ചേർക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്തിനുണ്ട് മൈക്രോസോഫ്റ്റ് പവർപോയിന്റിലുണ്ട്. ദെൻ വീണ്ടും പറയുന്നു യൂസേഴ്സ് ക്യാൻ സെലക്ട് ഫ്രം വെറൈറ്റി ഓഫ് ലേഔട്ട്സ് ഫോർമാറ്റ് വിച്ച് സ്ലൈഡ്സ് content slides, comparison slides, and more, saving time and effort in a slide design. ഇപ്പൊ നമ്മളൊക്കെ അറിയാം ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ അല്ലെ രണ്ട് പാർട്സ് ആയിട്ടൊക്കെ തിരിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ഒന്നിന്റെ പുറകെ തന്നെ മറ്റൊന്ന് കൂട്ടിച്ചേർത്തൊക്കെ സ്ലൈഡ് തയ്യാറാക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ ഒരു കാര്യം എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ വിഷ്വലൈസേഷൻ ചെയ്ത് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. കുറച്ച് ഇപ്പൊ ഒരു
ഇതിന്റെ ഒരു പെർസെന്റേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ റൗണ്ട് കൊടുത്ത് അതിന്റെ ഇന്ന പെർസെന്റേജ് ഇത്രയും ഭാഗമാണ്, ഇന്ന പെർസെന്റേജ് ഇത്രയും കളർഫുൾ ആയിട്ട് വേറൊരു ഭാഗം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കഴിയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഭാഗം ഏത് കളറാണ് അത് തന്നെയാണ് കൂടുതൽ പെർസെന്റേജിനും പെട്ടെന്ന് മനസ്സിലാക്കാൻ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഒരു വ്യക്തി അത് പറഞ്ഞ് അവതരിപ്പിക്കുന്നേക്കാൾ മുമ്പ് തന്നെ ആ വിഷ്വലൈസേഷനിൽ നിന്ന് തന്നെ അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ള ഒരു ലെയർഡ് ഫെസിലിറ്റി എന്താണ് പ്രധാന സൗകര്യം നമ്മുടെ പവർ പോയിന്റ് സോഫ്റ്റ്വെയർ അതാണ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് വിഷ്വലൈസേഷൻ നടത്താനായിട്ട് വ്യക്തികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് അത് കാണിച്ചു കൊടുത്ത് പ്രസന്റ് ചെയ്ത് അത് എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ കമ്പാരിസൺ നടക്കുന്ന സ്ലൈഡുകൾ കാണിച്ചു അല്ലെങ്കിൽ ഒന്നിച്ച് അല്ലെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പെർസെന്റേജിന്റെ എന്തെങ്കിലും മാറ്റേഴ്സ് ആണെങ്കിൽ അതൊരു ഒറ്റ ക്ലിക്കിൽ ഒരൊറ്റ ഒരു ചാർട്ടിൽ തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഒരുപാട് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഏറ്റവും നല്ല കളർ കൂടുതൽ കളർ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പെർസെന്റേജ് അതാണ്. കുറഞ്ഞ അല്ലെ എത്രയും പെർസെന്റേജ് കാണിച്ചു ചെറുതായിട്ട് കാണിക്കുമ്പോൾ ആ ഒരു വിഷ്വലൈസേഷൻ തന്നെ ഏത് ഭാഗത്താണ് കൂടുതലായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ അങ്ങനെ പറയുന്നത് പവർ പോയിന്റ്സ് പാരാമീറ്റർസ് ദ ഇൻസേർഷൻ ഓഫ് മൾട്ടിമീഡിയ എലമെന്റ്സ് ലൈക്ക് ഇമേജ്, ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസ് എക്സെട്ര. അതായത് കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെ നമുക്ക് അതിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഇമേജ് കണ്ടെത്താൻ സാധിക്കും, അതേപോലെ ഓഡിയോ ക്ലിപ്പിൽ കൊടുക്കാൻ സാധിക്കും, നമ്മൾ വീഡിയോ ആയിട്ടുള്ള ഫയൽസുകൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ കുറച്ച് വോയിസ് കേൾപ്പിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താണ് വീഡിയോ മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചു കൊടുത്ത് അപ്പൊ നമുക്കറിയാം ഒരു നഴ്സിംഗ് ഒക്കെ എന്താ പറയുമ്പോൾ അവർക്ക് എന്താണ് പ്രാക്ടിക്കലി കുറച്ച് നോളജ് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയല്ല, കുറച്ച് വിഷ്വലൈസേഷൻ വേണം അല്ലെ. അത് ഇന്നതാണ് സ്റ്റെപ്പ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. രോഗം എന്നത് എങ്ങനെ വരുന്നു അല്ലെ, അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഭേദമാകുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്നുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ വിഷ്വലൈസേഷൻ ചെയ്ത് മനസ്സിലാക്കുമെന്നാണ് കുട്ടികൾക്ക് അല്ലെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം എത്രമാത്രം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചെന്ന് വരില്ല. നമുക്കറിയാം നമ്മുടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ, മൈൻഡിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് ചിലപ്പോൾ കണ്ടുള്ള ആ ഒരു രീതിയിലൂടെ തന്നെയായി. അപ്പൊ എന്താണ് അത് കൃത്യമായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ഓഡിയോ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ വീഡിയോ ഉണ്ടപ്പം ഫയൽസുകൾ ഉൾപ്പെടുത്തിയോ മറ്റേതെങ്കിലും രീതിയിലേക്ക് അത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then this makes the users able to incorporate visual and authority into their presentation. അതായത് നമുക്കറിയാം വിഷ്വലായിട്ട് വരുമ്പോൾ അല്ലെ അതിന്റെ അധികാരിത എന്ന് പറയുന്നത് അത് എന്താണ് പെട്ടെന്ന് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ആ പ്രസന്റേഷനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് അത് വായിച്ചെടുക്കാനും മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മേക്കിംഗ് ദ മോർ ഇന്ററാക്റ്റീവ് ആൻഡ് എൻഗേജിങ്. കൂടുതൽ വിഷ്വൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഓഡിയോ ഉൾപ്പെടുത്തി അതല്ലെങ്കിൽ കുറച്ച് അല്ലെ കുറെ നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് വായിച്ചിരിക്കാനായിട്ട് തയ്യാറാവണമെന്നില്ല അല്ലെ. കുറച്ച് വിഷ്വലൊക്കെ ആവുമ്പോൾ എന്താണ് അതിലേക്ക് നോക്കി തന്നെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കും. ഒപ്പം അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിലോ അത് കേൾക്കാനും അത് കാണാനും എല്ലാവരും തയ്യാറായി വരും. അപ്പൊ അതാണ് പ്രധാനമായിട്ടും മൾട്ടിമീഡിയ ഇന്റഗ്രേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത്. എന്താണ് ലാസ്റ്റ് ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഓവറോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രൊവൈഡ്സ് എ പവർഫുൾ ഗ്രൗണ്ട് ഓഫ് ഓറഞ്ച് ഹാൻഡ്റൈറ്റിംഗ്, വിഷ്വലി അപ്പീലിംഗ് ആൻഡ് ഇമ്പാക്ട്ഫുൾ പ്രസന്റേഷൻ. നമുക്കറിയാം നന്നായിട്ട് അല്ലെ നല്ല രീതിയിൽ പ്രസന്റേഷൻ നടത്താനായിട്ട് ഓവറോൾനെസ്സിന് എല്ലാം കൊണ്ടും മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രധാനമായിട്ടുള്ള അല്ലെ അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. Then it's a user-friendly interface, formatting options, multimedia integration and collaboration features make it a popular selection for professionals, educators and individuals who look to communicate information in an effective manner. അതായത് നമ്മൾക്ക് ഈ പവർ പോയിന്റ് എന്നുള്ള രീതി ഉപയോഗിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് മാനർ അല്ലെ എല്ലാവർക്കും കാര്യക്ഷമമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സോഴ്സ് തന്നെയാണ്. നമുക്കറിയാം അത് ആർക്കാണെങ്കിലും ഇപ്പൊ എന്താ പറയാ മറ്റു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിലും മറ്റു പ്രൊഫഷൻ ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും ചില കാര്യങ്ങളല്ലേ പെട്ടെന്ന് അതെങ്ങനെ ചെയ്യണമെന്നുള്ളത്
പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവർക്ക് ഇന്ന രീതിയിൽ ഇന്ന സ്റ്റെപ്പുകൾ ഉണ്ട്. അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ഇടയിൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവര് വിഷ്വലൈസേഷൻ ചെയ്ത് ടീം വർക്കേഴ്സിന് എല്ലാവരും തന്നെ ഉൾപ്പെടുത്തി അത് കാണിച്ചു കൊടുക്കും. ഇന്ന രീതിയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്താണ് നമ്മുടെ ഡ്യൂട്ടി ചെയ്യേണ്ടത്. ഇൻ കേസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താണ് അത് കൃത്യമായിട്ട് തന്നെ ടീച്ചേഴ്സ് ഓരോ ഭാഗങ്ങളും അവരെ അനലൈസ് ചെയ്ത് വിശദമായി വിശകലനം ചെയ്തൊക്കെ കൊടുക്കുന്നത് ഇതേമാതിരി തന്നെ വിഷ്വലൈസേഷൻ ഉൾപ്പെടുത്തിയിട്ടാണ്. അതേമാതിരി തന്നെ കുട്ടികൾ പഠിച്ചത് എത്രത്തോളം കാര്യക്ഷമമായിട്ടുണ്ട് എന്ന് അധ്യാപകർക്ക് മനസ്സിലാക്കാനും ഈ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരും കൃത്യമായിട്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ വിഷ്വലൈസേഷൻ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജുകളോ ഓഡിയോ ക്ലിപ്പിംഗ്സുകളൊക്കെ ഉൾപ്പെടുത്തി കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് മനസ്സിലാവും ഓക്കെ ഈ കുട്ടിക്ക് അത്യാവശ്യം നോളജ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇമേജസും ഓഡിയോസും വീഡിയോസും ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കാം. ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ഇതിന്റെ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റലില് ഇതിന്റെ യൂസേജ് എന്താണെന്നുള്ളത് നോക്കാം. Microsoft PowerPoint is a broadly used presentation software developed by Microsoft. Applicability in hospitals, medical education and training. PowerPoint is widely used in hospitals for medical education and training programs. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ എന്താണ് ഒരു പവർ പോയിന്റിന്റേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി മെഡിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഘട്ടം കൂടി ചെറുതായിട്ടൊക്കെ ഞാൻ അതിൽ സൂചിപ്പിച്ചിരുന്നു. പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമില് ഇത് പ്രധാനമായിട്ട് ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. It makes healthcare professionals able to create a visually engaging presentation to give out the lectures, conduct workshops, and provide teaching material to staff members, medical students, and patients. അതായത് നമ്മളിപ്പോ അല്ലെ നമുക്ക് അറിയാം ഒരു ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പേഷ്യൻസ് ഉണ്ട്, അങ്ങനെ. പക്ഷെ അതേമാതിരി തന്നെ മറ്റ് അല്ലെ പേഷ്യൻസിനെ കൂടാതെ തന്നെ അവരുടെ കൂടെയുള്ള ഗസ്റ്റുകൾ അല്ലെ അതിന്റെ ആ വ്യക്തികളും കൂടി ഉണ്ടാവും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും എന്താണ് ഈ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടത്. ഡോക്ടേഴ്സിന് കുറച്ച് അറിവുണ്ടായിരിക്കാം, അത് സ്റ്റുഡൻസിലേക്ക് എത്തിക്കേണ്ടതുണ്ടാവും, അതല്ലെങ്കിൽ സ്റ്റാഫുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ടാവും, അതല്ലെങ്കിൽ പേഷ്യൻസിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ എത്രമാത്രം പറഞ്ഞാലും ഒരുപക്ഷെ എന്താണ് എല്ലാവർക്കും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഈ പവർ പോയിന്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അത് പറയുമ്പോഴെന്താണ് എല്ലാവർക്കും അത് വിഷ്വലി കാണിച്ചു കൊടുക്കുമ്പോഴത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ സ്പീഡില് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മേക്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഏബിൾ ടു ക്രിയേറ്റ് വിഷ്വലി എൻഗേജിംഗ് പ്രസന്റേഷൻ ടു ഗിവ് ഔട്ട് ലെക്ചേഴ്സ്
അപ്പോൾ ലെക്ചേഴ്സിന് അത് കാണിച്ചു കൊടുക്കുക, പ്രസന്റ് ചെയ്ത് കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. കണ്ടക്ട് വർക്ക്ഷോപ്സുകൾ നമുക്കറിയാം അല്ലെ, ഓരോ ഇതുകള് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു കൊടുത്താണ് വ്യക്തിപരമായിട്ട് തന്നെ അവരെ ക്യാച്ച് ചെയ്തിരിക്കുന്നത്. അതിന് പ്രൊവൈഡ് ടീച്ചിങ് മെറ്റീരിയൽസ് ടു സ്റ്റാഫ് മെമ്പേഴ്സ്. അറിയാം, സ്റ്റാഫ് മെമ്പേഴ്സുകളുടെ ഇടയിലും ഇതിന് ഒരു ഇതുകൾ ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ഒരു കാര്യം ചെയ്യുമ്പോഴും സങ്കീർണമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സഹപ്രവർത്തകരുടെ ഇടയിൽ പോലും എന്താണ് അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് എന്താ പവർ പോയിന്റ് എന്നുള്ളത്. മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് പേഷ്യൻസ്, അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പേഷ്യൻസിന് വേണ്ടിയിട്ടും ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്രോസോഫ്റ്റ് ടൂളാണ് എന്താ പവർ പോയിന്റ് എന്നുള്ളത്. അപ്പൊ അതിലെ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് ക്ലിനിക്കൽ പ്രസന്റേഷൻ. അപ്പൊ ചികിത്സാപരമായിട്ടുള്ള ഒരു പ്രസന്റേഷനിൽ വരുമ്പോൾ പവർ പോയിന്റ് ഇസ് ജനറലി എംപ്ലോയ്ഡ് ഫോർ ക്ലിനിക്കൽ പ്രസന്റേഷൻസ്, കോൺഫറൻസ് ആൻഡ് റൗണ്ട് ഇൻ ഹോസ്പിറ്റൽസ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ ഉപയോഗിക്കുന്ന പ്രസന്റേഷൻ ചെയ്ത് വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഫിസിഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് യൂസ് ഇറ്റ് ടു ഡിസ്പ്ലേ റിസർച്ച് ഫൈൻഡിങ്സ്, കേസ് സ്റ്റഡീസ്, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ആൻഡ് ക്ലിനിക്കൽ ഔട്ട്കംസ് ടു ദെയർ കോവർക്കേഴ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡോക്ടേഴ്സ് അവർ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ഇത് ഗവേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കോവർക്കേഴ്സിന്റെ ഇടയിൽ അല്ലെ അവരുടെ സഹപ്രവർത്തകരുടെ ഇടയിലേക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്, ഈ ട്രീറ്റ്മെന്റിന്റെ പ്രോട്ടോകോൾ നിയമാവശങ്ങൾ എങ്ങനെയാണ് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. എൻകറേജിങ് നോളജ് ഷെയറിംഗ് ആൻഡ് പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ്. നമുക്ക് ഇതുകൊണ്ട് വേറൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്കറിയാലേ ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ ഇങ്ങനെ ചെയ്യാമല്ലേ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഡോക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് ഒക്കെ ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആയിരിക്കും ഡോക്ടർ അല്ലെ, അവർ ഷെയർ ചെയ്യും ഈ ഒരു ട്രീറ്റ്മെന്റിനെ എങ്ങനെ, ഈ ഒരു പ്രവർത്തനത്തിനെ നമുക്ക് ഇതെങ്ങനെ നിയന്ത്രിച്ചെടുക്കാനൊക്കെ പറ്റും എന്നുള്ളത് അവര് ഒന്നിച്ചിരുന്ന് വിഷ്വലൈസേഷനിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻസ്. ഇതിൽ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂസ് ഇറ്റ് ഫോർ വാസ്റ്റ് മീറ്റിംഗ്സ്, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് സെഷൻസ്. അതായത് നമ്മളിപ്പോ തന്ത്രപരമായിട്ടുള്ള ഒരു പ്ലാന് അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലില് ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് വലിയ തന്ത്രപരമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ പല മീറ്റിങ്ങുകൾ തയ്യാറാക്കേണ്ടതുണ്ടാവും. പിന്നെ എല്ലാവരും കൂടി ചിലപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ മീറ്റിംഗ് ഒക്കെ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അതിനെല്ലാം നമുക്കറിയാം ഇന്ന പ്ലേസിൽ നിങ്ങൾ ഒത്തുകൂർ ചെയ്യേണ്ടതാണ്, ഇന്നതൊക്കെയാണ് ഈ മീറ്റിങ്ങിൽ ഉദ്ദേശിക്കുന്ന മാറ്റേഴ്സ്. വിഷ്വലൈസേഷനിലൂടെ തന്നെ ഉൾപ്പെടുത്തി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. എവിടെ എത്തണം, മീറ്റിങ്ങിന് വരണം, എന്താണ് മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത്, ഈ മീറ്റിങ്ങിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വിഷ്വലി കൂടി അല്ലെ വിഷ്വലൈസേഷനിലൂടെ തന്നെ പെട്ടെന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് മാറ്റേഴ്സ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടൊന്നും വരില്ല. വിഷ്വലി എന്തെങ്കിലും ഇമേജസ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതെല്ലാവർക്കും ഗ്രാസ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയാണ് it assists in visualizing data, presenting reports and communicating organization goals and policies in an effective manner. ഇതിന്റെ പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ അല്ലെ. എപ്പോഴും വിഷ്വലൈസിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ദൃശ്യാത്മകമായിട്ടുള്ള രീതിയിലായിരിക്കും ഇവര് ഡാറ്റാസ് അവതരിപ്പിക്കുന്നത്. അതേമാതിരി തന്നെ റിപ്പോർട്ടുകളാണെങ്കിലും അതേമാതിരി എന്താണ് ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ നയങ്ങള് ഇതെല്ലാം എഫക്റ്റീവായിട്ടുള്ള മാനറിൽ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു എന്താണ് ടൂളാണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ഇത് നമുക്കറിയാം ഒരുപാട് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചില കാര്യങ്ങളിലേക്കൊക്കെ ഉൾക്കൊള്ളാനുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഇതെന്ന് പറയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ എന്താണ് എല്ലാവരിലും ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാതെ തന്നെ ഓരോ കാര്യങ്ങൾ വിഷ്വലി ആവുമ്പോൾ നമുക്കറിയാം ദൃശ്യാത്മകമായ രീതിയിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്.
ഇപ്പൊ എവിടെയാണ് മീറ്റിംഗ് വന്നത്, അത് ദൃശ്യരൂപേണ കാണിക്കുമ്പോൾ എന്താണ് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അല്ലെ. എത്രയും സമയം ഒരു പാരഗ്രാഫ് വായിച്ചെടുത്തിട്ട് നമ്മൾ എവിടെയാണ് ആ പ്ലേസ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം വിഷ്വലി കാണിക്കുകയാണെങ്കിൽ എന്താണ് അത് പെട്ടെന്ന് ആ പ്ലേസ് എന്താണെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ഇതിന്റെ ഓരോ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ആ ഒരു ഡാറ്റകൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രസന്റേഷൻ സ്റ്റൈല് വരുമ്പോൾ ആ രീതിയിൽ എളുപ്പം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസസ് ആൻഡ് ഈവെന്റ്സ്. അതായത് ഹോസ്പിറ്റൽ ഓഫൻ ടേക്ക് പാർട്ട് ഇൻ കോൺഫറൻസസ്, ഹെൽത്ത് ഫെയർസ് ആൻഡ് കമ്മ്യൂണിറ്റി ഈവെന്റ്സ്. പ്രധാനമായിട്ട് നമുക്കറിയാം ഓരോ കോൺഫറൻസുകൾ അല്ലെ, ഓരോ ഇതുകള് ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറെ ഇതുകൾ കോൺഫറൻസുകളോ അല്ലെങ്കിൽ ഹെൽത്ത് ഫെയറുകളോ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെ, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഈവെന്റ്സുകളൊക്കെ നമ്മള് എന്താ പറയാ കുറച്ച് ഇതുകളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താണ് അവര് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ഒരു പക്ഷെ പബ്ലിക്കിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതല്ലെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും അവരുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ കുറച്ച് ആശയവിനിമയം നടത്താൻ അല്ലെങ്കിൽ ഫ്രീഡം കിട്ടാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു മിംഗ്ലിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താ നമ്മുടെ പവർ പോയിന്റ് എന്നുള്ളത്. പവർ പോയിന്റ് പെർമിറ്റ്സ് them to create visually captivating presentation to display their services, initiative and achievements. അപ്പൊ നമുക്കറിയാം ഇതിലൂടെ ഈ പവർ പോയിന്റിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് മുൻകൈ എടുക്കേണ്ട കാര്യങ്ങൾ, എന്താണ് ഈ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളിലേക്ക് റൺ ചെയ്യാൻ സാധിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ദീസ് പ്രസന്റേഷൻസ് aid hospitals to attract patients, build partnerships and promote their brand images. അതായത് ഇങ്ങനെയുള്ള ഇമേജസുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് വിഷ്വലി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കറിയാം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുറെ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ വരും അല്ലെ, അത് വിഷ്വലി ആണ് പ്രസന്റ് ചെയ്തത്. പിന്നെ ഇന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ വരും, നിങ്ങൾ അവിടെ പോയി ക്യൂ നിൽക്കുക, അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണമെന്നില്ല, ആ ചെയറിൽ ഇരിക്കാം, നിങ്ങളുടെ ഇത് ടൈം തെളിഞ്ഞു വരും അല്ലെ, സ്ക്രീനിൽ തെളിഞ്ഞു വരുമ്പോൾ ആ ടൈമിൽ നമ്മൾ എനിക്ക് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഹോസ്പിറ്റലിന്റെ ഇമേജ് ആണ് വർദ്ധിക്കുന്നത്. അതായത് അവരെ കസ്റ്റമേഴ്സിനെ ഒന്നും ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ക്യൂ നിന്ന് ആവശ്യമാവാത്ത രീതിയിലൊക്കെ ഉള്ള സൗകര്യം കാണിക്കുന്നുണ്ട്. അത് വിഷ്വലി തന്നെ മനസ്സിലാക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതപ്പോ സമയമാകുമ്പോൾ എവിടെയാണ് പോയിരിക്കേണ്ടത്, എവിടെയാണ് സംഭവം മേടിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ടെസ്റ്റിങ് കാര്യങ്ങൾ വരുന്നത്, എപ്പോഴാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്, നമ്മുടെ സമയമാകുമ്പോഴേക്കും അവിടെ മോണിറ്ററിൽ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അപ്പൊ അതൊരു വിഷ്വലി കാണിച്ചു തരുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അപ്പൊ പ്രധാനമായിട്ടും പറയുന്നത് ദിസ് പ്രസന്റേഷൻ എയ്ഡ് ഹോസ്പിറ്റൽസ് ടു അട്രാക്ട് പേഷ്യൻസ്, ബിൽഡ് പാർട്ണർഷിപ്പ് ആൻഡ് പ്രൊമോട്ട് ദെയർ ബ്രാൻഡ് ഇമേജസ്. അവരുടെ ഇമേജസ് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ എല്ലാവരെയും പേഷ്യൻസിനൊക്കെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഒരുപാട് പേരും കൂടി അല്ലെ പാർട്ണർഷിപ്പിലൊക്കെ പങ്കാളികളാകാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഷെയറിംഗ് നമുക്കറിയാം കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയറിംഗ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഷെയറിങ്ങിനൊക്കെ എല്ലാവരും അല്ലെ താല്പര്യപ്പെടും. കാരണം നല്ല ഇമേജസ് വരുമ്പോഴാണ് അതിനൊക്കെ തയ്യാറാവും. അപ്പൊ ഈ ഒരു ടൂള് അതിനെല്ലാം ഹെൽപ്ഫുൾ ആണ്. ഒരു പാരഗ്രാഫ് പറയുന്നു. ഇൻ ഷോർട്ട്, മൈക്രോസോഫ്റ്റ് PowerPoint ഈസ് multi-factored tool used in hospitals for medical education, clinical presentations, patient education, administrative motives, quality improvement initiatives, research, dissemination, internal communications, and external events extremely happening. It is a visual appeal, multimedia capabilities, and case of use make it an essential software for effectively convenient healthcare information within hospital and beyond. അപ്പോൾ നമ്മൾ ഇതിന് അവസാനമായിട്ടുള്ള പാരഗ്രാഫിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഒരു ഇതുകൾ അല്ലെ, പ്രധാനമായിട്ടും നമ്മളുടെ ഒരു പവർ പോയിന്റിന്റെ ആ ഒരു എന്താണ് യൂസ്ഫുൾ എന്ന് നമ്മൾ ക്യാച്ച് ചെയ്ത് ഇനി വീണ്ടും ഇതിൽ പറയുന്ന ഒരു കാര്യം മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഒരുപാട് ടൂൾസ് അല്ലെ, ഇതിന് ഒരുപാട് നമ്മൾ പറഞ്ഞു ഇമേജസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഡിയോസ് പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എല്ലാം കൂടി ഇതുണ്ട് അല്ലെ, ഈ ഇതിന് ഒരു സാധ്യതയുണ്ട്. മറ്റേതിലാണ് നമുക്ക് വേദിയിലൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഓഡിയോ വീഡിയോ അങ്ങനെയൊന്നും അല്ല, കുറച്ച് സ്ലൈഡ് ഇതുകളല്ലേ കുറച്ച് ഇതുകളൊക്കെ ഉണ്ട്.
അതൊക്കെ നമുക്ക് എടുത്തിടാമെന്നല്ലാതെ കുറച്ച് കോളംസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാമെന്നല്ലാതെ ഇത്തരത്തിലുള്ള ഓഡിയോ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താനൊന്നും സാധിക്കില്ല. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരുപാട് ടൂളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗം എന്ന നിലയിൽ അത് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ പേഷ്യൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പേഷ്യൻസിനെ മനസ്സിലാക്കി കൊടുക്കാനോ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ചെയ്താൽ മാത്രമേ ഒന്ന് രണ്ട് ഓപ്പറേഷനൊക്കെ വേണ്ടി വരും, രണ്ട് മൂന്നെണ്ണൊക്കെ വേണ്ടി വരും എന്ന് പറയുമ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഈ ഒരു ചികിത്സ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാവും. അത് കഴിയുമ്പോഴാണ് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്. ഈ സ്റ്റേജിൽ വരുമ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. വീണ്ടും ഒരു സ്റ്റേജ് ഇങ്ങനെയായിരിക്കും. ഈ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾക്ക് ആ സ്റ്റേജിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരില്ല. അഥവാ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം വന്നാൽ വീണ്ടും ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഒരു പേഷ്യൻസിന് അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്കറിയാം. അത് നമുക്ക് എത്രമാത്രം പറഞ്ഞാലും അവർ ഉൾക്കൊള്ളണമെന്നില്ല. അത് വിഷ്വലി കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് ഇതിന് സംഭവിച്ചു പോരുന്നത്, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഇങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഇതിന്റെ സ്റ്റെപ്പുകൾ ചെയ്യേണ്ടതായിട്ട് വരില്ല. അത് ഓരോ രോഗിയുടെയും പ്രവർത്തനത്തിന്റെ അത് അവരുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും യോഗ നടപടികൾ നടത്തുന്നതിനോ എന്തെങ്കിലും എല്ലാവരെയും കൂടി കുറിച്ച് എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പ്രോട്ടോകോൾസുകൾ അതല്ലെങ്കിൽ എന്താണ് പ്ലാനിങ്ങിന് നമ്മൾ തന്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും പ്ലാനിങ് കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു അല്ലെ ആ പ്രചോദനം നടത്തുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വേണ്ടി തന്നെ ഈ പവർ പോയിന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് എല്ലാവരും ചെയ്യാനൊക്കെ സാധിക്കും. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്, അതായത് ഗുണനിലവാരമുള്ള ഉറപ്പാക്കാനായിട്ട് അല്ലെ എന്തെങ്കിലും ഗുണമേന്മ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടി ടാർഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് പവർ പോയിന്റ് ടൂള് ഉപയോഗപ്രദമാക്കാം. റിസർച്ച് ഡിസിമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗവേഷണങ്ങൾ അല്ലെങ്കിൽ പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പവർ പോയിന്റ് ഉപയോഗപ്രദമാക്കാം. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ്, നമ്മളെ പരസ്പരം ആശയവിനിമയം നമ്മൾ നേരത്തെ പറഞ്ഞു, ഡോക്ടേഴ്സ് അവരുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ ആശയവിനിമയം നടത്താനൊക്കെ ആയിട്ട് പവർ പോയിന്റ് ടൂൾ ഉപയോഗിക്കാം. അതിന്റെ എക്സ്റ്റേണൽ ഈവെന്റ്സ് എക്സ്ട്രീംലി ഹാപ്പനിങ് അല്ലെ നമുക്ക് അറിയാം. പുറത്തുള്ള എന്തെങ്കിലും സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ അല്ലെ ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിലും ഈ പവർ പോയിന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ എത്രത്തോളം എന്തുകൂടെ സംഭവിച്ചു, എങ്ങനെയാണ് ഇതിനെ നമ്മൾ തരണം ചെയ്ത് എന്തെങ്കിലും സ്റ്റെപ്പുകളൊക്കെ പെട്ടെന്ന് ജനങ്ങളെ ബോധ്യവാന്മാരാക്കണമെങ്കിലൊക്കെ പവർ പോയിന്റ് ടൂൾ ഉപയോഗിക്കാം. വിഷ്വൽ അപ്പീൽ, മൾട്ടിമീഡിയ കേപ്പബിലിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. മൾട്ടിമീഡിയ കേപ്പബിലിറ്റീസ് ഓഡിയോസും വീഡിയോസും എല്ലാം ഉൾപ്പെടുത്താൻ എടുത്തുകൊണ്ട് സാധിക്കും. അതിന്റെ കേസ് ഓഫ് യൂസ് മേക്ക് ഇതാണ് എസെൻഷ്യൽ സോഫ്റ്റ്വെയർ. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോർ എഫക്റ്റീവ്ലി കൺവേയിങ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ വിതിൻ ഹോസ്പിറ്റൽ ആൻഡ് ബിയോണ്ട് അല്ലെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താണ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ?
ആർക്കും ഒരു റെസ്പോണ്ടും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് തന്നെയാണ് ഞാനത് ഇങ്ങനെ പറഞ്ഞു പോയതല്ലോ. ഏഴ് പവർ പോയിന്റും എക്സലൊക്കെ എല്ലാവരും മിക്കവരും പഠിച്ചു പോയതായിരിക്കും. എക്സല് ഞാൻ തുടങ്ങിയ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങാം. കുഴപ്പമില്ല. നമുക്ക് എക്സല് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഇതുവരെയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലോസ് ചെയ്യാം. താങ്ക് യു.